ഫിഫ്ത്ത് മൊഡ്യൂളിലെ ഡിസ്ക് ഷെഡ്യൂളിംഗ് സെക്ഷൻ്റെ എക്സാമ്പിളാണ്. സപ്പോസ് ദാറ്റ് എ ഡിസ്ക് ഡ്രൈവ് ഹാസ് 200 cylinders numbered from 0 to 19 and the current position of head is given at 100 and Q request is also given. You need to draw the head movement in FCFS, SSTF and C-scan. So move on to the solution. ഫസ്റ്റ് FCFS ചെയ്യുമ്പോൾ നമ്മൾ ഈ തന്നിരിക്കുന്ന ക്യൂവിനെ നമ്മൾ ഡ്രോ ചെയ്യുക, ഇൻക്ലൂഡിങ് 0 and 199. അതുപോലെ തന്നെ ഹെഡ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 100, ആ ക്യൂവിൽ ഉണ്ടാവില്ല, ആ 100 കൂടെ എക്സ്ട്രാ വരയ്ക്കുക. ദെൻ FCFS എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആണ്. ആ ക്യൂവിൻ്റെ സെയിം ഓർഡറിൽ തന്നെ നമ്മൾ ഡിസ്ക് ഷെഡ്യൂൾ ചെയ്യും. സോ 100 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് 20, ദെൻ 89, then 130, then 45, then 120, then 180. Then total head movement എന്ന് പറയുമ്പോൾ അബ്സല്യൂട്ട് വാല്യൂ ആണ്. സോ ഫസ്റ്റ് ലാർജർ നമ്പർ എഴുതിയാൽ മതി. 100 minus 20 പ്ലസ് 89 minus 20 പ്ലസ് 130 minus 89 പ്ലസ് 130 minus 45 പ്ലസ് 120 minus 45 plus 180 minus 120. So answer will be 410 cylinders. Then next one SSTF ആണ്. So shortest seek time first. സോ നമ്മൾ ആ ലൈൻ സെയിം ലൈൻ തന്നെ വരച്ചിട്ടുണ്ട് ഷെഡ്യൂളിങ്ങിൻ്റെ ക്യൂ ബേസ് ചെയ്തിട്ട്. ദെൻ സ്റ്റാർട്ടിങ് ഫ്രം 100ൻ്റെ ലെഫ്റ്റ് 89ഉം റൈറ്റ് 120 ആണ്. സോ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം 89ലേക്കുള്ള ഡിസ്റ്റൻസ് കുറവും 120ലേക്കുള്ള ഡിസ്റ്റൻസ് കൂടുതലുമാണ്. മീൻസ് 89ലേക്കുള്ള ഡിഫറൻസ് 11ഉം 120ലേക്കുള്ള ഡിഫറൻസ് 20 ആണ്. സോ സ്മോളസ്റ്റ് ഡിസ്റ്റൻസ് 89ൽ പോകും. ദെൻ 89ലെത്തുമ്പോൾ 89ൻ്റെ ലെഫ്റ്റ് 45ഉം റൈറ്റ് ഷെഡ്യൂൾ ചെയ്യാനുള്ളത് 120 അതിലേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് 120ക്കാണ് കുറവ്. ദെൻ 120ക്ക് എത്തുമ്പോൾ 120ൻ്റെ റൈറ്റ് 130, ലെഫ്റ്റ് 45. 130യിലേക്കുള്ള ഡിസ്റ്റൻസ് 10 ഉള്ളൂ. സോ അതിലേക്ക് ഷെഡ്യൂൾ ചെയ്യും. 130യിലെത്തുമ്പോൾ 180യും 45ഉം ചെക്ക് ചെയ്യണം. സ്മോളസ്റ്റ് ഡിസ്റ്റൻസ് 180 ആണ്. ദെൻ 180 എത്തുമ്പോൾ റൈറ്റിലേക്ക് ആരെയും ഷെഡ്യൂൾ ചെയ്യാനില്ല. ദെൻ ലെഫ്റ്റിലേക്കുള്ള 45ൽ വന്നു, 20ൽ വന്നു. സെയിം വേ ടോട്ടൽ ഹെഡ് മൂവ്മെൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ദെൻ C-സ്കാൻ ഷെഡ്യൂളിംഗ് ആണ് ക്വസ്റ്റ്യനിൽ നെക്സ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. C-സ്കാൻ ഷെഡ്യൂളിങ്ങിൻ്റെ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ ഓൺലി സിംഗിൾ സൈഡിലേക്കാണ് നമ്മൾ ഷെഡ്യൂളിങ് ചെയ്യുക. അതായത് ഇപ്പോൾ ഞാൻ 100ൽ സ്റ്റാർട്ട് ചെയ്ത് റൈറ്റിലേക്കാണ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ റൈറ്റിലേക്കുള്ള എല്ലാം ഷെഡ്യൂൾ ചെയ്തതിന് ശേഷം 199ൽ വരാം, തിരിച്ച് 0യിൽ വന്നിട്ട് വീണ്ടും റൈറ്റിലേക്ക് ഇനി സെർവ് ചെയ്യാനുള്ള റിക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുക. 20, 45, 89 ടോട്ടൽ ഹെഡ് മൂവ്മെൻറ്റ്സ് അക്കോർഡിംഗ്ലി എഴുതുക. ഈ C-സ്കാൻ ഇപ്പോൾ ഇതിൽ റൈറ്റിലേക്കാണ് നമ്മൾ പ്രൊസീഡ് ചെയ്തിരിക്കുന്നത്. സെയിം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ലെഫ്റ്റിലേക്കും പ്രൊസീഡ് ചെയ്യാം. ലെഫ്റ്റിലേക്ക് പ്രൊസീഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റിലേക്ക് സെർവ് ചെയ്ത് 0യിലെത്തുക, തിരിച്ച് 199ൽ പോയിട്ട് വീണ്ടും ലെഫ്റ്റിലേക്ക് സെർവ് ചെയ്യുക. അതാണ് C-സ്കാൻ ഷെഡ്യൂളിംഗ്. ദെൻ സ്കാൻ ഷെഡ്യൂളിംഗ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല. പക്ഷേ സ്കാൻ ഷെഡ്യൂളിങ്ങും C-സ്കാൻ ഷെഡ്യൂളിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്നാ വെച്ച് കഴിഞ്ഞാൽ സ്കാൻ ഷെഡ്യൂളിങ്ങിൻ്റെ അനദർ നെയിമാണ് ഇലവേറ്റർ ഷെഡ്യൂളിംഗ്. അത് രണ്ട് സൈഡിലേക്കും സെർവ് ചെയ്യും. സപ്പോസ് നിങ്ങളിപ്പോൾ റൈറ്റിലേക്കാണ് വരയ്ക്കുന്നതെങ്കിൽ റൈറ്റിലേക്ക് കംപ്ലീറ്റ് ചെയ്ത് 199ലെത്തിയതിന് ശേഷം തിരിച്ച് വരുന്ന പാത്തിൽ 89 ഉണ്ട്, 89നെ സെർവ് ചെയ്യും. ദെൻ 45നെ സെർവ് ചെയ്യും, 20ൽ വച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഈ സ്കാൻ ഷെഡ്യൂളിങ് നമുക്ക് റൈറ്റിലേക്ക് പകരം ലെഫ്റ്റിലേക്ക് വേണമെങ്കിൽ വരയ്ക്കാം. ലെഫ്റ്റിലേക്ക് ഡ്രോ ചെയ്യുവാണെങ്കിൽ 0യിലെത്തിയിട്ട് റൈറ്റിലേക്ക് പോകുന്ന വഴി 120, 130, 180ൽ സെർവ് ചെയ്ത് അവിടെ വച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ദെൻ ലുക്ക് ഷെഡ്യൂളിംഗ് എന്ന് പറയുമ്പോൾ വിച്ച് ഈസ് സിമിലർ ടു സ്കാൻ ഷെഡ്യൂളിംഗ്. രണ്ട് സൈഡിലേക്കും സെർവ് ചെയ്യും. ഡിഫറൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്കാൻ ഷെഡ്യൂളിങ്ങിൽ നമ്മൾ 199ൽ വരും. ഇതിൽ നമ്മൾ അങ്ങനെ എക്സ്ട്രീം എൻഡിലേക്ക് വരണ്ട. 180ൽ വച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് 45നെ സെർവ് ചെയ്യാൻ വേണ്ടി പോകാൻ പറ്റും. സെയിം വേ തന്നെ ടോട്ടൽ ഹെഡ് മൂവ്മെൻറ്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. C-ലുക്ക് ഷെഡ്യൂളിംഗ് എന്ന് പറയുമ്പോൾ C-സ്കാൻ ഷെഡ്യൂളിംഗ് പോലെ തന്നെയാണ്. ഡിഫറൻസ് 199ലും പോകണ്ട, 0യിലും പോകണ്ട. മീൻസ് ഞാനിപ്പോൾ റൈറ്റിലേക്കാണ് ചെയ്യുന്നതെങ്കിൽ റൈറ്റിൽ 180ൽ എത്തിയതിന് ശേഷം ലെഫ്റ്റിലെ ഫസ്റ്റ് റിക്വസ്റ്റിലേക്ക് വരാം, അതായത് 20ലേക്ക് വരാം. എന്നിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് സെർവ് ചെയ്യുക 45, 89. ലുക്ക് ഷെഡ്യൂളിങ്ങും C-ലുക്ക് ഷെഡ്യൂളിങ്ങും നമ്മൾ C-സ്കാൻ ചെയ്ത പോലെ തന്നെ ലെഫ്റ്റിലേക്കും കൺസിഡർ ചെയ്യാം, അതുപോലെ റൈറ്റിലേക്കും കൺസിഡർ ചെയ്യാവുന്നതാണ്.
താങ്ക് യു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം കേട്ടോ.